ഹലോ ക്രിസ്ത്യൻ ഭാവന. ദൈവമഹത്വം ചുമക്കുന്ന ചുമട് താങ്ങി. നിങ്ങൾ എന്നെ തിരുവചനത്തിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. കാരണം ദൈവം ഒരിക്കൽ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ഞാൻ അധ്വാനിയായ മൃഗമാണെങ്കിലും ആരും എന്നെ പരിഗണിച്ചിരുന്നില്ല. എൻ്റെ കഷ്ടപ്പാടുകൾക്ക് വില കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. മനുഷ്യരുടെ കാഴ്ചയിൽ സാധാ ഒരു ചുവട് താങ്ങി എന്നും കളിവാക്കും പരിഹാസവുമായി ഞാൻ മാറി. പക്ഷേ എൻ്റെ ജീവിതകഥ ദൈവം മനോഹരമാക്കി മാറ്റി. ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയും, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കഴുത. ലോകത്തിൽ എൻ്റെ നിശബ്ദ സാന്നിധ്യം ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി. എൻ്റെ സഹനങ്ങൾ മാന്യതയുടെ അവസരങ്ങളാക്കി മാറ്റി. തിരുവചനത്തിൽ 3 രാജാക്കന്മാരുടെ ചരിത്രത്തിൽ എന്നെ ദൈവം നിയോഗിച്ചു. ബിലയാമിൻ്റെ വഴിയിൽ, ശൗലിൻ്റെ തിരച്ചിലിൽ, യേശുദേവൻ്റെ യെരുശലേം യാത്രയിൽ നിങ്ങൾക്കെന്നെ കാണാം. എനിക്ക് പറയത്തക്ക ഒരു മഹത്വവുമില്ല. എന്നിട്ടും ദൈവം ഓരോ കാലഘട്ടത്തിലും എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ യാത്രകൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തി. ബിലയാം തൻ്റെ നാവ് നിഷ്ഫലമാക്കിയപ്പോൾ ദൈവം എന്നെ ശബ്ദമാക്കി മാറ്റി. ദൈവത്തിൻ്റെ സന്ദേശവുമായി ഞാൻ മാറി. ശൗൽ തൻ്റെ അപ്പൻ്റെ കഴുതകളെ അന്വേഷിച്ചു പോയ യാത്രയിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പായ ഒരു രാജാവിനെ കണ്ടെത്താനുള്ള വഴിയായി ഞാൻ മാറി. മനുഷ്യ ദൃഷ്ടിയിൽ മറഞ്ഞിരുന്നത് എന്നെ ദൈവം വെളിപ്പെടുത്തി. ഒരിക്കൽ എൻ്റെ പുറത്ത് കയറിയ പാദങ്ങളിൽ ഞാൻ ഒരു രാജാവിനെ വഹിച്ച് യാത്ര ചെയ്തു. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ അത്ഭുതമാകും മാറ്റം വരുത്തി. ആ യാത്രകൻ ക്രിസ്തു ആയിരുന്നു. ജനങ്ങൾ മശിഹയുടെ ഹോശന്ന യാത്രയിൽ എന്നെയും സ്വീകരിച്ചു, ബഹുമാനം അർപ്പിച്ചു. എൻ്റെ ചുവടുകൾ ദൈവത്തിൻ്റെ കാൽപാദങ്ങളായി മാറി. യേശുദേവൻ എന്നിൽ സഞ്ചരിച്ചപ്പോൾ ലോകമറിഞ്ഞു, ചെറിയ മൃഗം ദൈവത്തിൻ്റെ എത്ര വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായി മാറിയെന്ന്. ഞാൻ പിന്നിട്ട അപമാനങ്ങളെല്ലാം മാന്യതയായി മാറി. ചുമടായി തോന്നിയ യാത്ര ദൈവത്തിൻ്റെ മഹത്വമായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്വവത്തായ വാക്കും ബലവുമാണ് കർത്താവിന് ഞങ്ങളുടെ ആവശ്യമുണ്ട് എന്നുള്ളതും ഞങ്ങളുടെ കെട്ടഴിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതും. പഴയ നിയമ ചരിത്രം മുതലേ ഞങ്ങളെ ചെറുതും താഴ്ന്നതുമായ മൃഗമാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഞങ്ങളെ ദൈവം ബഹുമാനവും മാന്യതയും അണിയിച്ചു. നിങ്ങളെല്ലാവരും എൻ്റെ കഥകളിൽ, അനുഭവങ്ങളിൽ പങ്കാളികളാണ്. നമ്മിൽ നിറയുന്ന ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വ്യത്യാസമില്ല. ദൈവം നൽകുന്ന ഉറച്ച വാഗ്ദാനം ഇന്നും നിങ്ങൾക്കും ഉണ്ട്. കർത്താവിന് നിങ്ങളെയും ആവശ്യമുണ്ട്. യാത്രയിൽ നമ്മെ മാറ്റി നിർത്തുമ്പോഴും, നമുക്ക് ശബ്ദമില്ലാതെയാകുമ്പോൾ, താഴ്ത്തപ്പെടുമ്പോൾ, മറക്കപ്പെടുമ്പോൾ, ജീവിതഭാരം തനിയെ ചുമക്കുന്ന നേരത്തും, തളരുമ്പോഴും, അതിജീവനത്തിൻ്റെ പാതയിലുമെല്ലാം ക്രിസ്തു നമ്മെ മഹത്വപ്പെടുന്നു. ഞാനൊരു പാവം കഴുത. ദൈവത്തിൻ്റെ കയ്യിൽ ദൂതുവാഹിയായി, ശബ്ദമായി ഞാൻ മാറി. ശൗലിൻ്റെ യാത്രയെ രാജവഴിയായി ഞാൻ മാറി. ദൈവസിംഹാസനത്തിൻ്റെ ചുമടായി ഞാൻ തീർന്നു. എൻ്റെ പാദങ്ങളിൽ കൂടെയും എൻ്റെ കഷ്ടപ്പാടിൽ കൂടിയും ദൈവമഹത്വം വെളിപ്പെടുത്തി. ഓർക്കുക, കർത്താവിന് നിങ്ങളെയും ആവശ്യമുണ്ട്. കഴിഞ്ഞ കാലത്തെ പരിഹാസം നാളത്തെ ദൈവത്തിൻ്റെ അതിമഹത്തായ പ്രതിഫലമായി മാറും. നമ്മുടെ കാഴ്ചപ്പാടിനപ്പുറം ദൈവത്തിന് നമുക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാട് അതിമനോഹരമാണ്. മാനുഷികമായി അസാധാരണമെന്ന് തോന്നുന്ന വഴികളിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നു. നമ്മിൽ ഓരോരുത്തരിലും ഒരു കഴുതയുണ്ട്. നമ്മുടെ ഓരോ വേദനയും അപമാനവും ദൈവത്തിൻ്റെ കയ്യിൽ വലിയ ദൗത്യമായി മാറുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയാം, ദൈവം നമ്മെ മറക്കുന്നില്ല. ദൈവം ചെറിയവരിലും തൻ്റെ മഹിമ കാണിക്കുന്നു, താഴ്ന്നവരിലും മഹത്വത്തിൻ്റെ വഴി ഒരുക്കുന്നു. സ്നേഹപൂർവ്വം, അഭിമാനത്തോടെ ദൈവം തിരഞ്ഞെടുത്ത കഴുത.